കരുനാഗപ്പള്ളിയിൽ ഒരു മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത റോഡ് തകർന്നു. മാർക്കറ്റിനെയും റെയിൽവേ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് തറയോട് പാകി നിർമ്മിച്ച റോഡാണ് കുടിവെള്ള പൈപ്പ് പൊട്ടി തകർന്നത്. റോഡ് നിർമ്മാണത്തിന് കായലിലെ ചതുപ്പ് മണ്ണ് ഉപയോഗിച്ചതും ടോറസ് ലോറി കടന്നുപോയതുമാണ് പൈപ്പ് പൊട്ടി റോഡ് തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. കരുനാഗപ്പള്ളിയിൽ ഒരു മാസം മുമ്പ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത റോഡാണ് തകർന്നത്. കരുനാഗപ്പള്ളി മാർക്കറ്റിനെയും റെയിൽവേ റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് തകർച്ച നേരിടുന്നത്. കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴായാണ് റോഡ് തകർച്ച നേരിടുന്നത്. റോഡ് നിർമ്മിച്ചപ്പോൾ സമീപത്തെ കായലിൽ നിന്ന് ചതുപ്പ് നിറഞ്ഞ മണ്ണ് ഉപയോഗിക്കുകയും ഇതിലൂടെ ടോറസ് ലോറി കടന്നുപോയതുമാണ് പൈപ്പ് പൊട്ടാൻ കാരണമായത്. റോഡ് ഇത്രയും കുളമായി, പൈപ്പെല്ലാം പൊട്ടിപ്പോകും, നിങ്ങൾ കുറച്ച മണ്ണെ കൊണ്ടുപോകാം. ഞാൻ അന്ന് പറഞ്ഞതാ. 2 ലോഡ് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊണ്ടുപോകരുത്, റോഡിന് പൈപ്പിന് കുടിവെള്ളത്തിന്റെ പൈപ്പാണ്, അത് ഒരുപാട് പ്രാവശ്യം പൊട്ടി വീണ്ടും ഇനി പൊട്ടും, അവിടെ എല്ലാം ഇടിഞ്ഞ് തന്നിരിക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞു പോന്നോളൂ, അപ്പുറത്ത് വരെ പോന്നോളൂ എന്ന് അയാൾ പറഞ്ഞേച്ച്. ഞാൻ പിന്നെ ഉടനെ ശ്രീവിദ്യ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ അതിന്റെ പ്രധാന ആൾക്കാരെങ്കിലും വിളിച്ച് പറയട്ടെ, അന്നേരം അതിന്റെ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. നമ്മൾ പറയുമ്പോൾ വേറെ ചീപ്പ് വിലയാ. പൈപ്പ് പൊട്ടി വെള്ളം റോഡിൽ നിരുന്നതോടെ റോഡിന്റെ തകർച്ചയ്ക്കും ആക്കം കൂടി. ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചതെങ്കിലും നവീകരണം നടത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. അപകടം ഒഴിവാക്കാനായി ഇപ്പോൾ ചുവന്ന കൊടി നാട്ടിയിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് കായലിൽ നിന്നുള്ള ചതുപ്പ് മണ്ണ് ഉപയോഗിച്ചാണ് നവീകരിച്ചത്. തുടർന്ന് ഇതിനു മുകളിൽ തറയോട് പാവുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി പ്രകാരമാണ് കരുനാഗപ്പള്ളി നഗരസഭയിൽ മാർക്കറ്റ് വള്ളക്കടവ് കോടതി റോഡ് നിർമ്മിച്ചത്. 27,63,000 രൂപയായിരുന്നു അടങ്കൽ തുക. 394.6 മീറ്റർ നീളമുള്ള റോഡാണ് തകർച്ച നേരിടുന്നത്. 10 ടൺ ഭാരം മാത്രമുള്ള വാഹനങ്ങളെ റോഡിൽ കയറ്റാവൂ എന്ന് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് വിരുദ്ധമായി 10 ടണ്ണിന് മുകളിൽ ഭാരമുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുമുണ്ട്. ഇത് നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.